ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ MR ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഈ ഒരു MR ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്തമാറ്റിക്സ് അഥവാ മെൻ്റൽ എബിലിറ്റി ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. MRന് അപ്ലൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. 10 men can make a wall in 8 days. How many men required to complete the same work in half day? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു 10 ആൾക്കാർ ഒരു ചുമര് പടുക്കുക എന്ന് വിചാരിക്കുക, അതിന് 8 ദിവസം എടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു വർക്ക് അര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പണിക്കാരെ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 80, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 120, ഓപ്ഷൻ ഡി 160. സോ നമുക്കിതിൻ്റെ ഇക്വേഷൻ അറിയാം. M1D1 = M2D2. സോ ഇവിടെ ഫസ്റ്റ് കേസിൽ M1 എന്നത് 10 പേരാണ് ഇൻറ്റു ഇവിടെ ദിവസം 8 ആണ്. നമുക്ക് M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദിവസം നമുക്ക് തന്നിട്ടുണ്ട് ഇൻറ്റു ഹാഫ്, അര ദിവസം കൊണ്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. സോ ഇനി നമുക്ക് M2 ആണ് കാണേണ്ടത്. M2 = ഈ ഹാഫിനെ ഇപ്പുറത്ത് കൊണ്ട് വരുമ്പോൾ ഇൻറ്റു 2 ആയിട്ട് പറഞ്ഞു, അതായത് 10 × 8 × 2. സോ 80 × 2 160. അപ്പോൾ 160 ആൾക്കാരുണ്ടെങ്കിലാണ് ഈ ഒരു സെയിം വർക്ക് അര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, 160 വർക്കേഴ്സ്. അടുത്ത ചോദ്യം. എ ഡീലർ ബൈസ് ആൻ ആർട്ടിക്കിൾ അറ്റ് Rs 25,000 with 20% and 5% off. He spent Rs 2,000 on its repair and sells it for Rs 25,000. What is his gain or loss? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരാൾ ഒരു ആർട്ടിക്കിൾ വാങ്ങുകയാണ്. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ വില ആദ്യം 25,000 രൂപയായിരുന്നു. അതിന് 20% പിന്നെ ഒരു 5% കൂടെ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷമാണ് ഇയാളത് വാങ്ങുന്നത്. പിന്നെ അയാൾ ഈ ഒരു ആർട്ടിക്കിളിൻ്റെ മുകളിൽ 2,000 രൂപയ്ക്കൊരു വർക്കും കൂടെ അയാൾ റിപ്പയറും കൂടി എടുത്തു. ദെൻ അയാൾ വിൽക്കുന്നത് അത് 25,000 രൂപയ്ക്കാണ്. അങ്ങനെയെങ്കിൽ അയാൾക്കുണ്ടായത് ലാഭമാണോ നഷ്ടമാണോ എങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 21% ലോസ്, ഓപ്ഷൻ ബി 10.5% ലോസ്, ഓപ്ഷൻ സി 19.5% ഗെയിൻ, ഓപ്ഷൻ ഡി 25% ഗെയിൻ. ഇങ്ങനെയാണ് 4 ഓപ്ഷൻ തന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇയാൾക്ക് 25,000 രൂപയുടെ സാധനമായിരുന്നു. സോ ഫസ്റ്റ് ഇയാൾക്കുള്ള ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 20% ആണ്. സോ 25,000-ൻ്റെ 10% 2,500 ആണ്. സോ 20% എന്ന് പറയുന്നത് 5,000 ആണ്. സോ 5,000 കുറഞ്ഞു. 5,000 കുറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20,000 രൂപയായി അതിൻ്റെ പ്രൈസ്. ദെൻ അയാൾക്ക് വീണ്ടും ഒരു 5% ഓഫ് വന്നു. സോ 10%, 20,000-ൻ്റെ 10% 2,000 ആണ്. 5% എന്ന് പറയുന്നത് 1,000 ആണ്. സോ അയാൾ വാങ്ങുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 19,000 രൂപയ്ക്കാണ് പിന്നെ ഈ ആർട്ടിക്കിൾ ഇയാൾ മേടിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ആദ്യം 25,000 രൂപയായിരുന്നു അതിന് വില. അതിന് 20% ഡിസ്കൗണ്ട് കൊടുത്തു. 25-ൻ്റെ 20% എന്ന് പറയുന്നത് 5,000 ആണ്. ദെൻ അയാൾക്ക് 20,000 രൂപയ്ക്ക് ആ റേറ്റായി. ദെൻ അയാൾക്ക് വീണ്ടും ഒരു 5% ഡിസ്കൗണ്ട് കിട്ടി. സോ 5%, 20,000-ന് 5% ഉണ്ടെങ്കിൽ 1,000 രൂപയാണ്. സോ അയാൾക്ക് കിട്ടിയ കോസ്റ്റ് പ്രൈസ്, അയാൾ വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 19,000 രൂപയാണ്. ഇനി ഇയാൾ 2,000 രൂപയ്ക്ക് റിപ്പയർ ചെയ്തു. അതായത് ഇയാൾക്ക് മൊത്തം ഇതിന് ചിലവായ പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 19,000 + 2,000 21,000 രൂപയാണ് അയാൾക്ക് ടോട്ടലായിട്ടുള്ളത്. ഇതിൻ്റെ ഇത് വാങ്ങിയതും പിന്നെ റിപ്പയർ എല്ലാം കൂടെ അയാൾക്ക് ആയിട്ടുള്ളത് 21,000 രൂപയാണ്. ദെൻ അയാൾ വിൽക്കുന്നത് 25,000 രൂപയ്ക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 21,000 രൂപ ചിലവായി, 25,000 രൂപയ്ക്ക് വിറ്റു. അപ്പം എന്തായാലും എന്താണ് അയാൾക്ക് ഗെയിനാണ്. ഇനി അതിൻ്റെ പെർസെൻറ്റേജാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ 21,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം 25,000 രൂപയ്ക്ക് വിറ്റു. സോ ഇവിടെ ഉണ്ടായിരുന്ന അയാൾക്ക് പൈസയിലുള്ള ലാഭം 4,000 രൂപയാണ്. സോ 4,000 ഹരിക്കണം 21,000 × 100. സോ ഇതിൻ്റെ വാല്യൂ എന്നത് 19.4 സംതിങ് ആണ്. സോ നമുക്ക് എത്ര എടുക്കാം? 19.5% ഗെയിനായിട്ട് നമുക്ക് എടുക്കാം. ഓപ്ഷനിൽ 19.5% ഗെയിനാണ് കൊടുത്തിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം.
അടുത്ത ചോദ്യം നോക്കാം. മിക്സ്ചർ ആൻഡ് അലിഗേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. എ മർച്ചൻറ്റ് ഹാസ് 1000 kilogram of sugar, part of which sells at 8% profit and the rest at 18% profit. He gains 14% on the whole. The quantity sold at 18% profit is. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു മർച്ചൻറ്റിൻ്റെ അടുത്ത് 1000 കിലോഗ്രാം പഞ്ചസാര ഉണ്ട്. അതിൽ ഒരു ഭാഗം 8% പ്രോഫിറ്റിന് വിറ്റു. രണ്ടാമത്തെ അത് ഈ 1000-ൻ്റെ കുറച്ച് ഭാഗം 8% പ്രോഫിറ്റിനും അടുത്ത ഭാഗം 18% പ്രോഫിറ്റിനാണ് വിറ്റിട്ടുള്ളത്. അങ്ങനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ അയാളുടെ കോസ്റ്റ് പ്രൈസിൽ നിന്നും അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടായത് 14% ആണ്. അങ്ങനെയെങ്കിൽ ഈ 18% പ്രോഫിറ്റിന് വിറ്റത് എത്ര കിലോഗ്രാം പഞ്ചസാരയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട് ഇതിന്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രോഫിറ്റ് ചെയ്ത ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ 8% ആണ്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ 18% ആണ്. ഇത് പോസിറ്റീവായിട്ടാണ് ഇവിടെ വാല്യൂ എടുക്കുന്നത്. പോസിറ്റീവായി എടുക്കാനുള്ള കാരണം ഇത് പ്രോഫിറ്റാണ് പറയുന്നത്. പ്രോഫിറ്റ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വാല്യൂ തന്നെ എടുത്താൽ മതി. ഇനി അത് ലോസ് ആണെങ്കിൽ അത് അവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇനി മെയിനായിട്ട് ഇയാൾക്ക് ഇതിനെ ടോട്ടലായിട്ട് വിൽക്കുമ്പം 14% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് മൊത്തമായിട്ട്. അതിനെ സെൻറ്ററിൽ എഴുതുക 14%. ഇനി നമുക്ക് ഈ രണ്ട് ഭാഗത്തിൻ്റെ റേഷ്യോ ആണ് കാണാൻ പോകുന്നത്. സോ ഇനി ഇവിടുന്ന് ക്രോസ് ആയിട്ട് കുറയ്ക്കുക. 14 - 8 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. ഇനി 18 - 14 എന്ന് പറയുന്നത് 4 ആണ്. സോ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട്. സോ ഇവരുടെ റേഷ്യോ ഫസ്റ്റ് ഭാഗത്തിന് ഒന്നാമത്തെ ഈ ഒരു 8%-ൻ്റെ ഭാഗത്തിൻ്റെ റേഷ്യോ 18%-ൻ്റെ ഭാഗത്തിൻ്റെ റേഷ്യോ എന്നത് 4:6 ആണ്. അതായത് 2:3. ഇനി എത്ര ഭാഗമാണെന്ന് നോക്കുകയാണ്. അതായത് ഈ ഒരു 1000 കിലോഗ്രാം പിന്നെ മൊത്തം 5 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ 2 പാർട്ട് പിന്നെ 8% പ്രോഫിറ്റിന് വിറ്റു, 3 പാർട്ട് 18% പ്രോഫിറ്റിന് വിറ്റു. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇത് 18% പ്രോഫിറ്റിന് വിറ്റ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് 3 ആണ്. സോ 3 ടോട്ടലായിട്ട് വരുന്നത് 5 പാർട്ടാണ്. ഇൻറ്റു ഇനി ഇവിടുത്തെ മാസ്, അതായത് ഈ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഷുഗറിൻ്റെ മെഷർമെൻറ്റ് പിന്നെ 1000 കിലോഗ്രാം ആണ്. ഇൻറ്റു 1000 ഇത്രേ ഉള്ളൂ. കട്ട് ചെയ്യാം. 200. 3 × 200 എന്നത് 600 കിലോഗ്രാം. സോ ഈ 18% പ്രോഫിറ്റിന് വിറ്റ ഭാഗം എന്ന് പറയുന്നത് 600 കിലോഗ്രാം ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇനി ഈ ഒരു 8%-ന് വിറ്റ ഭാഗം എന്ന് പറയുന്നത് 400 കിലോഗ്രാം ആണ്. അടുത്ത ചോദ്യം. ഫൈൻഡ് ദ മീൻ ഓഫ് 28, 24, 37, 42, 56, 59, 67, 28, 50, 32. അതായത് ഇത്രയും സംഖ്യകളുടെ മീനാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 10 സംഖ്യകളുണ്ട്. 28, 24, 37, 42, 56, 59, 67, 28, 15, 32. സോ ഫസ്റ്റ് എന്താണ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ ഇത് ഈ ടേം എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് 388 ആണ്. ദെൻ ഡിവൈഡ് ബൈ എത്ര സംഖ്യകളുണ്ട് ഇവിടെ? 10 സംഖ്യകളുണ്ട്. ഡിവൈഡ് ബൈ 10. സോ ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത് 38.8 ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x² - 8x + 15 = 0 ആർ. x² - 8x + 15 = 0 എന്ന ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 2, 3, ഓപ്ഷൻ ബി 3, 5, ഓപ്ഷൻ സി 8, 15, ഓപ്ഷൻ ഡി 6, 5. സോ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അറിയാം. -b ± √b² - 4ac / 2a. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ റൂട്ട്സ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി എഴുതാം. x² - 8x + 15 = 0. സോ ഇവിടെ ശ്രദ്ധിക്കണം, ഈ റൂട്ട്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സംഖ്യകൾ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 15 കിട്ടണം. ഓർത്ത് വെക്കുക, ഈ റൂട്ട്സ് എടുക്കുന്ന ഈ വാല്യൂസ് എന്ന് പറയുന്നത് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 15ഉം അത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ -8ഉം ആണോ നമുക്ക് കിട്ടണമെങ്കിൽ വാല്യൂ നോക്കണം. കൂട്ടിയിട്ടുണ്ടെങ്കിൽ 15ഉം പിന്നെ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 15ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ -8ഉം ആയിരിക്കണം. സോ അങ്ങനെ വരുന്നു. 15 വരാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് ഇവിടെ ഒറ്റ മാത്രമേ ഉള്ളൂ. 3 × 5. 3 × 5 എന്നുള്ളത് 15 ആണ്. ഇനി ഇവിടെ -8 ആണ് കിട്ടുന്നത്. ശരിക്കും ഈ വാല്യൂസ് എന്ന് പറയുന്നത് x - 3ഉം x - 5 ആണ്.
അപ്പോൾ ഈ ഒരു വാല്യൂ സോൾവ് ചെയ്യുക, അതായത് ഇത് എഴുതുന്നത് x = 3ഉം x = 5ഉം ആയിട്ടാണ് എഴുതുന്നത്. അങ്ങനെയാണ് ഇത് ഇങ്ങനെ വരുന്നത്. സോ അത് ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ x - 3ഉം x - 5ഉം ആണ്. ഇത് സോൾവ് ചെയ്താൽ നമുക്കറിയാം വാല്യൂ കിട്ടും. അതായത് x² then -5x then -3x then -3 × -5 15 = 0. അതായത് x² - 5 8x + 15 = 0. അതായത് ആൻസർ വന്നത് എന്താണ്? ഓപ്ഷൻ ബി 3 and 5 ആണ്. സോ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുക. അതായത് തന്നിട്ടുള്ള വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ലാസ്റ്റ് സംഖ്യകൾ കിട്ടുന്ന സംഖ്യകൾ എടുക്കുക. ദെൻ ആഡ് ചെയ്യുമ്പം ഈ രണ്ടാമത്തെ സംഖ്യ വരുന്ന ബി ഭാഗത്ത് വരുന്ന സംഖ്യ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അതായത് കൂടുതൽ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻ നോക്കുക, ഓപ്ഷൻ നോക്കുക, ലാസ്റ്റ് സംഖ്യ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ആഡ് ചെയ്ത് നോക്കുക, ദെൻ ആൻസർ പിക്ക് ചെയ്യുക. ഇനി സംശയം വരുന്ന കേസ് മാത്രമാണെങ്കിൽ ഒരേപോലുള്ള ഓപ്ഷൻസ് മൈനസും പ്ലസും മിക്സ് ചെയ്ത് തരുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം, ദ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് ഈച്ച് ഈക്വൽ സൈഡ് ആൻഡ് ദ തേർഡ് സൈഡ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈസ് 3:4 ഇഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 18√5 സ്ക്വയർ യൂണിറ്റ്സ്. ദ തേർഡ് സൈഡ് ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടെങ്കിൽ രണ്ട് വശങ്ങൾ ഈക്വൽ ആണ്. സോ ഈക്വൽ സൈഡ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇത് 3ഉം ഇത് 3ഉം ഇത് 4ഉം ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഈക്വൽ സൈഡ്സ് എന്ന് പറയുന്നത് 3ഉം തേർഡ് സൈഡ് എന്നത് 4 യൂണിറ്റ്സും ആണ് തന്നിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 18√5 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു തേർഡ് ഈ വശത്തിൻ്റെ നീളം എത്രയാണെന്നാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാം. A = b/4 × √4a² - b². സോ നമുക്കിതിൻ്റെ ഇത് റേഷ്യോയിലാണ് തന്നിട്ടുള്ളത്. സോ നമുക്കിതിൻ്റെ പെരിമീറ്റർ P = 6x + 4x ആയിട്ട് പരിഗണിക്കാം. അതായത് നമുക്ക് A ആക്കിയിട്ട് 3xഉം B ആക്കിയിട്ട് 4xഉം പരിഗണിക്കാം. അതായത് നമുക്ക് എക്സാക്റ്റ് വാല്യൂ അല്ല തന്നിട്ടുള്ളത്, അതിൻ്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. സോ ഈ വാല്യൂസ് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ A എന്നത് 18√5 ആണ് ഈക്വൽ ടു ബിയുടെ വാല്യൂ 4x / 4 √4. A എന്ന് പറയുന്നത് 3x ആണ്. സോ 3x² മൈനസ് ദെൻ b²ൻ്റെ വാല്യൂ 4x². സോ ഇവിടെ 4ഉം കട്ട് ചെയ്യാം. 18√5 ഈക്വൽ ടു, ഇനി ഇതിനുള്ള ഈ ഒരു സ്ക്വയർ റൂട്ടിനുള്ള ക്രിയകൾ ചെയ്യാം. 4, ഇനി 3² ദെൻ ഇവിടെ x² ഉണ്ടാവും. മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4 × 9, 3² എന്നത് 9 ആവും. 4 × 9 36 x² മൈനസ്, ഇനി 4² 16 ആണ്, x². സോ 16x² എന്ന് വരും. ഇവിടെ x ഉണ്ട്. സോ ഇനി 36x² മൈനസ് 16x². എത്രയാണ് വാല്യൂ വരുന്നത്? 20x² ആണ്. 18√5 ഈക്വൽ ടു x × √20x². ഇനി റൂട്ടിനുള്ളിലെ x² പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? x ആയിട്ട് മാറും. 18√5 ഈക്വൽ ടു പുറത്ത് ഇവിടുന്ന് വരുന്നൊരു x ഉണ്ട്, അതായത് റൂട്ടിനുള്ളിൽ x² ആണ്, പുറത്തോട്ട് വരുമ്പോൾ x ആവും. സോ എക്സും ഇവിടെ ഉള്ള എക്സും കൂടെ ആയിട്ട് എന്തായിട്ട് മാറും? അത് x² ആയിട്ട് മാറും. സോ x² √20. സോ ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തോട് ഇത് ഇക്വേറ്റ് ചെയ്യുകയാണ്. അതായത് 18√5 ഈക്വൽ ടു x². ഈ √20 നമുക്ക്, അതായത് 20 എന്നത് 4 × 5 ആണ്. സോ 4 × 5 കൊടുക്കാം. അതായത് ഈ ഒരു ടേമിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ x² വാല്യൂ കൊടുക്കാം. ഇത് ഇവിടെ ഈ റൂട്ടിനുള്ളിൽ 4 പുറത്തോട്ട് വരുമ്പോൾ 2 ആയിട്ട് മാറും. അപ്പോൾ ഈ വാല്യൂ, അതായത് 4√5നെ എന്താക്കി മാറ്റി എഴുതാം? 2√5 ആക്കിയിട്ട് മാറ്റി എഴുതാം. സോ 18√5 ഡിവൈഡഡ് ബൈ 2√5 ഈക്വൽ ടു x². √5ഉം കട്ട് ചെയ്തു. ഇനി 18/2 എന്നത് 9 ആണ്.
അതായത് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് 9 കിട്ടി. സോ എക്സ് ഈസ് ഈക്വൽ ടു 3. ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ വശത്തിൻ്റെ നീളമാണ്. അതായത് മൂന്നാമത്തെ വശം നമുക്ക് എടുത്തിട്ട് 4x ആയിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. സോ ഈ മൂന്നാമത്തെ വശം 4 × 3 12 യൂണിറ്റ്സ് ആണ് ഈ ഒരു മൂന്നാമത്തെ വശം വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, അപ്പൂസ് ക്യാപ്പ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ ഓഫ് ബേസ് 7 cm ആൻഡ് ഹൈറ്റ് 24 cm. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷീറ്റ് റിക്വയർഡ് ടു മേക്ക് 5 സച്ച് ക്യാപ്സ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പുവിൻ്റെ ക്യാപ്പ് ഒരു റൈറ്റ് സർക്കുലർ കോണിൻ്റെ ആകൃതിയിലാണ്. അതായത് ഇങ്ങനെ നമ്മുടെ ജോക്കറൊക്കെ ഇടുന്ന ക്യാപ്പില്ലേ, ഈ രീതിയിലാണ് അപ്പുവിൻ്റെ ക്യാപ്പ് ഉള്ളത്. സോ അതിൻ്റെ ബേസ് റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 6 = 7 cm ആണ്. ദെൻ അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 24 cm ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള 5 ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഷീറ്റിൻ്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ക്യാപ്പ് ഉണ്ടാക്കാൻ ഈ ഒരു ഭാഗം വേക്കൻ്റ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ഏരിയ നമുക്ക് പരിഗണിക്കേണ്ട, ഈ കർവ്ഡ് ഏരിയ മാത്രം പരിഗണിച്ചാൽ മതി. സോ കർവ്ഡ് ഏരിയ A = πRL ആണ്. സോ നമുക്ക് L കാണാം. L എന്ന് പറയുന്നത് ഈ ലെങ്ത് ആണ്. സോ L നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പൈതഗോറസിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. L = √h² ദെൻ ഇവിടെ r². h എന്ന് പറയുന്നത് ഹൈറ്റ് 24 ആണ്. 24ൻ്റെ സ്ക്വയർ 576. സോ സ്ക്വയർ എങ്ങനെയാണ് സിമ്പിളായിട്ട് കാണുന്ന വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ കാണണം, ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ പ്ലസ് 6 എന്ന് പറയുന്നത് 7 ആണ്. 7ൻ്റെ സ്ക്വയർ 49. സോ ഇത് ആഡ് ചെയ്യുമ്പം 576 + 49 625 ആണ്. 625 എന്തിൻ്റെ സ്ക്വയറാണ്? 25ൻ്റെ സ്ക്വയറാണ്. സോ L കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. A = പൈയുടെ വാല്യൂ 22/7 എടുക്കാം. 22/7 × r 7 × 25. ഇത് ഒരു ക്യാപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്ന ഷീറ്റിൻ്റെ ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇങ്ങനത്തെ 5 ക്യാപ്പ് ഉണ്ടാക്കണം. സോ × 5 കൊടുക്കാം. 7ഉം കട്ട് ചെയ്തു. 22 ദെൻ 25 × 5 എന്ന് പറയുന്നത് 125 ആണ്. സോ 22 × 125 എന്ന് പറയുന്നത് 2750 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഈ 5 ക്യാപ്പ് ഉണ്ടാക്കാൻ എടുക്കുന്ന ഷീറ്റിൻ്റെ ഏരിയ വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ദ കോസ്റ്റ് ഓഫ് 2 sarees and 4 shirts is Rs 16,000 while 1 saree and 6 shirts cost the same. The cost of 12 shirts is. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 സാരിയുടെ പ്രൈസും 4 ഷർട്ടിൻ്റെ പ്രൈസും 16,000 രൂപയാണ്. അതേ പ്രൈസ് തന്നെയാണ് ഒരു സാരിക്കും 6 ഷർട്ടിനും വരുന്നത്. അങ്ങനെയെങ്കിൽ 12 ഷർട്ടിൻ്റെ കോസ്റ്റ് പ്രൈസ്, 12 ഷർട്ടിന് എത്ര രൂപയാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഇത്രേ ഉള്ളൂ, 2 സാരി പ്ലസ് 4 ഷർട്ട് ഈക്വൽ ടു ആണ് എന്ത് പറയുന്നത് 1 സാരി പ്ലസ് 6 ഷർട്ട് ഈക്വൽ ടു 16,000 16,000 രൂപ വരുന്നത്. സോ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് 12 ഷർട്ടിന് എത്ര രൂപയാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ സിമ്പിളായിട്ട് അവിടെ കണ്ടുപിടിക്കാം. ഇവിടെ 2 ഷർട്ടും 4 സാരിയാണ്. ഇവിടെ ഇവിടെ 2 സാരിയും 4 ഷർട്ടും, ഇവിടെ 1 സാരിയും 6 ഷർട്ടുമാണ്. സോ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സാരി കുറഞ്ഞു, ഇവിടെ ഒരു സാരി കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സാരി കുറഞ്ഞപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് 2 ഷർട്ടാണ്. ഇവിടെ 2 സാരി ആയപ്പോൾ 4 ഷർട്ടാണ്. ഇവിടെ ഒരു സാരി കുറഞ്ഞപ്പം 2 ഷർട്ട് കൂടി. അതായത് ഒരു സാരിക്ക് ഈക്വലാണ് 2 ഷർട്ട്. ഒരു സാരിക്ക് ഈക്വലാണ് 2 ഷർട്ട്. ഇനി ഈ ക്വസ്റ്റനിലോട്ട് പോവുകയാണെ, ഇവിടെ ഈ സാരിയും കൂടി നമ്മൾ അവിടെ കൊടുത്ത്, ഈ സാരിയും കൂടെ കൊടുത്തിട്ട് നമ്മൾ എക്സ്ചേഞ്ച് അടിച്ച് ഒരു സാരി കൊടുത്തിട്ട് 2 ഷർട്ട് വാങ്ങി. അപ്പോൾ എന്തായി, 8 ഷർട്ടിൻ്റെ വാല്യൂ എത്രയായി? നമുക്ക് 16,000 ആയി അല്ലേ.
നമ്മളിവിടെ എക്സ്ചേഞ്ച് അടിച്ചു, നമുക്കറിയാം ഒരു സാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ഷർട്ട് കിട്ടും. അത് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. സോ നമുക്ക് ഈ ഒരു സാരി കൊടുത്ത് എക്സ്ചേഞ്ച് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, 2 ഷർട്ട് ഇങ്ങോട്ട് വാങ്ങി. 2 ഷർട്ട് ഇങ്ങോട്ട് വാങ്ങിയപ്പോൾ ഇവിടെ പ്രൈസ് എത്രയായി? 8 ഷർട്ടിൻ്റെ പ്രൈസ് 16,000. നമ്മളോട് കാണാൻ പറഞ്ഞ എത്ര? 12 ഷർട്ടിൻ്റെ പ്രൈസാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇനി ഇത് 4 ഷർട്ടിൻ്റെ പ്രൈസ് എത്രയാണ്? 4 ഷർട്ട് ഈക്വൽ ടു ഇതിൻ്റെ പകുതി 8,000. സോ 8 4 12 ഷർട്ട്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക 24,000 രൂപ. 12 ഷർട്ടിൻ്റെ കോസ്റ്റ് പ്രൈസ് രൂപ എത്രയേ വരുന്നുള്ളൂ? 24,000. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. The value of k for which kx plus 3y minus k plus 3 equal to 0 and 12x plus ky equal to k have infinite solution is. അതായത് ഇവിടെ കെയുടെ വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 0, -6, 6 ആൻഡ് 1. സോ ഇത് നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. ഡയറക്റ്റായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക്, അതായത് ax plus by plus c equal to 0 ഈ ഒരു ഫോമിലോട്ടാണ് മാറ്റുന്നത്. 2 ഇക്വേഷൻ ഉണ്ട്. സോ നമുക്ക് a1x plus b1y plus c1 equal to 0 എന്നിങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് കേസിൽ ഇവിടെ നമുക്ക് എന്താ kx പ്ലസ് നെക്സ്റ്റ് 3y, ഇനി ഇവിടെ -k plus 3 ആണ്. അപ്പോൾ ഇതിനെ ഒറ്റ ടൈം ആക്കി മാറ്റി എഴുതാണ്. സോ നമുക്കിങ്ങനെ -k minus 3 ഈക്വൽ ടു 0. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. ഇവിടെ 12x പ്ലസ് ky ഈക്വൽ ടു k എന്നുള്ളത് ഒന്നാമത്, രണ്ടാമത്തത് ഇങ്ങനെ വരും 12x പ്ലസ് ky. ഇനി ഇവിടെ ഈ കെയുടെ അങ്ങോട്ട് കൊണ്ടുവരാം, കെനെ അങ്ങോട്ട് കൊണ്ടുവരും -k ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. a1/a2 ഈക്വൽ ടു b1/b2 ഈക്വൽ ടു c1/c2. സോ ഇനി ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഈ വാല്യൂ കൊടുക്കുക. അതായത് a1 എന്നുള്ളത് ഫസ്റ്റ് ടേമിലുള്ള വാല്യൂസാണ്. ഇവിടെ k/12 ഈക്വൽ ടു, ഇനി b1ഉം b2ഉം 3 ആണ്, k ആണ്. സോ 3/k ഈക്വൽ ടു, ഇനി c1 എന്ന് പറയുന്നത് ഇവിടെ -k-3 ആണ് വരുന്നത്, ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ -k. സോ ഈ -kയും ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. സോ ഇവിടെ k-3/k. ഇനി നമുക്ക് ഇന്ന് kയുടെ വാല്യൂ കണ്ടെത്തണം. സോ ഫസ്റ്റ് കേസ് എടുക്കുക. ഈ കേസും ഇതും രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കെടുക്കാം k/12 ഈക്വൽ ടു 3/k. സോ ഇത് സോൾവ് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. k × k സ്ക്വയർ ഈക്വൽ ടു ദെൻ 12 × 3 36. സോ കെയുടെ വാല്യൂ √36 ഈക്വൽ ടു 6. ഇത് 6 ആവണമെന്ന് ഉറപ്പില്ല, കാരണം ഇത് +or-6 ആണ്. നമുക്ക് ഈ ഒരു കേസിൽ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതായത് 36 ഇവിടെ കെയുടെ വാല്യൂ -6 കൊടുത്താലും 6 കൊടുത്തിട്ടുണ്ടെങ്കിലും കിട്ടുന്നത് തന്നെയാണ്. k സ്ക്വയർ എടുക്കുമ്പോൾ 36 ആണ്. സോ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേസും കൂടി എടുക്കാം. അതായത് നമുക്ക് ഈ ഒരു കേസ് എടുക്കാം, സെക്കൻഡും തേർഡും എടുക്കാം. സെക്കൻഡും തേർഡും എടുത്തിട്ട് നമുക്ക് കെയുടെ വാല്യൂ എന്താണ് കിട്ടുന്നത് നോക്കാം. 3/k ഈക്വൽ ടു k-3 ഡിവൈഡഡ് ബൈ k. സോ എന്ത് ചെയ്യുക, കെയും ഇവിടെ കട്ട് ചെയ്ത് പോയി. സോ ഇനി ഇവിടെ 3 ഈക്വൽ ടു k-3. സോ -3 ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ 3 + 3 ഈക്വൽ ടു k. സോ k ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് കൺഫേം ആയി. ഇനി അത് +or- ആണെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് വേണ്ട. എന്തെന്നാണ് വാല്യൂ? 6 + 6 തന്നെയാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് 2x + y ഇൻറ്റു 2x - y ഇൻറ്റു 4x² + y². ഇപ്പോൾ ഇവാലുവേറ്റ് എന്ന് കാണുമ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഴയ +2ലേക്ക് എത്തിയ ഓർമ്മയൊക്കെ ഉണ്ടാവും. ആ സംഗതി തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതും. സോ എന്തൊക്കെയാണ് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 2x + y ഇൻറ്റു 2x - y ഇൻറ്റു 4x² + y². അതിൻ്റെ സോൾവ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കാം. ഈ കേസ് ഇത് 2x + y ഇൻറ്റു 2x - y, അതായത് വരുന്നതിനുള്ള ഫോം എന്താണ്? a - b ഇൻറ്റു a + b ഫോമിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. a - b ഇൻറ്റു a + b. അതായത് a - b ഇൻറ്റു a + b എന്ന് പറഞ്ഞാൽ എന്താണ്? a² - b².
സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ടേമിലോട്ട് മാറി. അതായത് ഇത് നമ്മൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഇക്വേഷനിലേക്ക് എത്തുകയുള്ളൂ. സോ അത് കിട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു ആൻസറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം. അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള സംഗതി എന്താണ്, പഴയ ഫോമിലോട്ട് തന്നെ കൊണ്ടുവരണം. സോ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോമിലോട്ട് മാറ്റുക. ഇവിടെ എ എന്ന് പറയുന്നത് നമുക്കറിയാം 2x ആണ്, ബി എന്ന് പറയുന്നത് y ആണ്. സോ എ സ്ക്വയറിൻ്റെ വാല്യൂ 4x സ്ക്വയറും ബി സ്ക്വയറിൻ്റെ വാല്യൂ y സ്ക്വയറും ആണ്. സോ ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലോട്ടാണ് 4x സ്ക്വയർ മൈനസ് y സ്ക്വയർ ഇൻറ്റു ഈ ടേം 4x സ്ക്വയർ പ്ലസ് y സ്ക്വയർ. ഇനി ഒന്നുമില്ല, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 4x സ്ക്വയർ ഇൻറ്റു 4x സ്ക്വയർ എത്ര വരും, 16x⁴. ഇനി 4x സ്ക്വയർ ഇൻറ്റു y സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ y സ്ക്വയർ. ഇനി ഈ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് y സ്ക്വയർ ഇൻറ്റു 4x സ്ക്വയർ എത്ര വരും, മൈനസ് 4x സ്ക്വയർ y സ്ക്വയർ. ഇനി മൈനസ് y സ്ക്വയർ ഇൻറ്റു പ്ലസ് y സ്ക്വയർ എത്ര വരും, മൈനസ് y⁴. സോ പ്ലസ് 4x സ്ക്വയർ y സ്ക്വയർ ഉണ്ട്, മൈനസ് 4x സ്ക്വയർ y സ്ക്വയർ ഉണ്ട്. രണ്ട് ടേമും ക്യാൻസലായി. ഇനി എന്താ അവിടെ ബാക്കിയുള്ളത്, 16x⁴ മൈനസ് y⁴. സോ ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി, 16x⁴ മൈനസ് y⁴. അടുത്ത ചോദ്യം നോക്കാം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 234 ആൻഡ് എ ബി ഈസ് ഈക്വൽ ടു 108. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി. ഓപ്ഷൻസ് എ 10, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 4. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 234, എ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 108. അങ്ങനെയെങ്കിൽ എ പ്ലസ് ബി ബൈ എ മൈനസ് ബിയുടെ വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് രണ്ട് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഇനി രണ്ടാമത്തെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതായത് ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് എന്ത് കിട്ടുള്ളൂ, എ പ്ലസ് ബിയും എ മൈനസ് ബിയും കിട്ടുള്ളൂ. സോ ഇത് ഡയറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. സോ ഈ വാല്യൂയിലോട്ട് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കാം, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എടുക്കാം. ഇവിടെ എ സ്ക്വയർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ കമ്പൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്, 234 പ്ലസ് 2 ഇൻറ്റു എ ബിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 108. സോ ഇനി 234 പ്ലസ് 2 ഇൻറ്റു 108 അതായത് 216. സോ ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യാം, 216 പ്ലസ് 234. സോ ഇത് വരുന്നത് ഇവിടെ 0 വന്നു, ദെൻ 1, 4 വന്നു, 5, ദെൻ 4, 450 വന്നു. ഇനി രണ്ടാമത്തെ കേസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എടുക്കാം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. സോ ഇവിടെ ഉണ്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ വാല്യൂ കൊടുക്കാം 234, ദെൻ മൈനസ് 2 ഇൻറ്റു എ ബിയുടെ വാല്യൂ 108. സോ 234 മൈനസ് 2 ഇൻറ്റു 108 എത്രയാണ്, 216. സോ 234 മൈനസ് 216 എന്ന് പറയുന്നത് 18 സോ ഇനി ഇത് ഡിവൈഡ് ചെയ്യുക. നമ്മൾ കാണാൻ പറഞ്ഞത് എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി ആണ്. സോ ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഉണ്ട്, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. ഇവിടെ എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ബൈ എ മൈനസ് ബി ഹോൾ സ്ക്വയർ. സോ ഈ രണ്ട് ഹോൾ സ്ക്വയറിനും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുക. അതായത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇനി ഇവിടുത്തെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് 450 ഡിവൈഡഡ് ബൈ, ഇനി എ മൈനസ് ബിയുടെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് 18. അതായത് 450 ഹരിക്കണം 18ൻ്റെ വാല്യൂ ആണ് കാണുന്നത്. 450/18 എന്നത് 25 ആണ്. അതായത് എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് 25. സോ എ പ്ലസ് ബി ഡിവൈഡ് ബൈ എ മൈനസ് ബിയുടെ വാല്യൂ എത്രയാണ്, √25, അതായത് 5. സോ ഇവിടെ എ പ്ലസ് ബി ബൈ എ മൈനസ് ബിയുടെ വാല്യൂ എത്രയാണ്, 5 ആണ്. ഓപ്ഷൻ സി ഈസ് ദ
കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ മിനിമം വാല്യൂ ഓഫ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സീക്സ് സ്ക്വയർ എക്സ് ഈസ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കോസ് സ്ക്വയർ എക്സ് പ്ലസ് സീക്സ് സ്ക്വയർ എക്സിൻ്റെ ഏറ്റവും മിനിമം വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതായത് ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2 ആണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയൊന്നും സാധാരണ നമ്മൾ ചോദിക്കാറില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചോദിക്കാറുള്ളൂ. ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ് എഴുതുന്നത്. ഓർത്ത് വെക്കുക, കോസ് സ്ക്വയർ എക്സ് പ്ലസ് സീക്സ് സ്ക്വയർ എക്സിൻ്റെ വാല്യൂ, അതായത് മിനിമം വാല്യൂ ആണ് പറയുന്നത്. മിനിമം വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് 2567 ഡിവൈഡഡ് ബൈ 17 ഇൻറ്റു 3 ഈക്വൽ ടു (+180). അതായത് 2567 ഹരിക്കണം 17 ഇൻറ്റു 3 ഈക്വൽ ടു (+180). ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളിടത്തുള്ള വാല്യൂ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. അത് 2567 ഹരിക്കണം 17 ഇൻറ്റു 3. ഇയാൾ എങ്ങോട്ട് കൊണ്ടുവരിക, ഇയാൾ അവിടെ നിർത്തുക, 180 ഇങ്ങോട്ട് കൊണ്ടുവരിക, -180 ഈക്വൽ ടു എക്സ്. അതായത് ഈ വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ 17 ഡിവൈഡഡ് ബൈ 2567 ഡിവൈഡഡ് ബൈ 17 എന്നുള്ളത്, ഇത് 17 ഇതിൽ 151 പ്രാവശ്യം പോവും. 151 ഇൻറ്റു 3 മൈനസ് 180 ഈക്വൽ ടു എക്സ്. സോ 151 ഇൻറ്റു 3 എന്ന് പറയുന്നത് 453 ആണ്. -180 ഈക്വൽ ടു 273. സോ ആൻസർ എന്ന് ഓപ്ഷൻ ബി ആണ്, 273. സോ നമ്മൾ ഈ ഒരു സെഷനിലെ, അതായത് MR ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു സെഷനോട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ വരും ദിവസങ്ങളിൽ മറ്റ് എയർഫോഴ്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്രണ്ട്സ്, അതായത് ആർമി, നേവി, എയർഫോഴ്സ് ജോലിയൊക്കെ സ്വപ്നം കാണുക നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണുന്നവരേക്കും ജയ് ഹിന്ദ്.